എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാനായിട്ട് വളരെ ഹെൽത്തിയാണ്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു സ്മൂത്തിയും കൂടിയാണ്. ഇവിടെ നമ്മൾ ഷുഗറോ മറ്റോ ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി തന്നെയാണ്. ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും. ഈ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള സ്മൂത്തി തയ്യാറാക്കുന്ന വിധം വേഗത്തിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. ആദ്യം നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. 1 ടീസ്പൂൺ അളവിൽ ചിയ സീഡ്സ് ആണ് എടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ബദാമും എടുത്തിട്ടുണ്ട്. ഒരു 8 പീസോളം ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 വാൾനട്ടും അതോടൊപ്പം തന്നെ ഒരു 2 ഡേറ്റ്സുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഷുഗറോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഡേറ്റ്സും അതോടൊപ്പം തന്നെ ഒരു ഫ്രൂട്ടുമാണ് നമ്മൾ ഈ ഒരു സ്മൂത്തിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇവ നമ്മൾ ഇനിയൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇത് ഞാൻ സോക്ക് ചെയ്ത് വെക്കുന്നത് ചെറിയ ചൂടുവെള്ളത്തിലാണ്. പാലിൽ വേണമെങ്കിൽ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിത് ഡിന്നറായിട്ട് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്മൂത്തി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കാലത്ത് തന്നെ ഇത് സോക്ക് ചെയ്ത് അടച്ച് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. 1/2 കപ്പ് അളവിൽ താമര വിത്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡും 1/2 ടീസ്പൂൺ പംകിൻ സീഡ്സുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി തന്നെയാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ടത്, നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. താമരവിത്തിൻ്റെ ഗുണങ്ങൾ വളരെയധികമാണ്. നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിനുമൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ താമരവിത്ത്. ഈ താമരവിത്തിൽ ധാരാളം കാൽസ്യവും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബോണിൻ്റെ ഹെൽത്തിനും ബ്ലഡ് ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ മാനേജ് ചെയ്യാനുമായിട്ട് ഈ താമരവിത്ത് വളരെയധികം സഹായിക്കുന്നതാണ്. നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടാണ് ഇത് വെച്ചിട്ട് സ്മൂത്ത് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ താമരവിത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ പൊട്ടുന്ന ഒരു പരുവുണ്ടല്ലോ, അതാണ് എൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇനി ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ചൂടാറിയ ശേഷം ആ റോസ്റ്റ് ചെയ്ത സാധനങ്ങളെല്ലാം ഒരുമിച്ച് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ്സും അതുപോലെ നട്ട്സും ഉണ്ടല്ലോ, അതോടൊപ്പം തന്നെ ഞാൻ 2 ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. പകുതി വെച്ചിട്ടാണ് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു ആപ്പിളിൻ്റെ പകുതി ഒരു ചെറുപഴവുമാണ് ഫ്രൂട്ട്സായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി പാല് ചേർത്തിട്ടാണ് അടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ഈ താമരവിത്തും ആ സീഡ്സ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് വേണം ഈ നട്ട്സ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടത്. നമുക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ സ്മൂത്തി ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെയധികം ഹെൽത്തിയുമായിട്ടുള്ള സ്മൂത്തിയാണ്. നമുക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. തിളപ്പിച്ചാറിച്ച വെള്ളം ചേർത്ത് അരച്ചെടുത്താലും മതി പാലിന് പകരം. ഞാൻ ലോ ഫാറ്റ് ആയിട്ടുള്ള പാല് ചെറുതായിട്ട് ചൂടാക്കിയ ശേഷം തണുപ്പിച്ചിട്ടാണ് ഈ സ്മൂത്തി അടിക്കാനായിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു സ്മൂത്തി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ഡിന്നറായിട്ടും സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ ചിയ സീഡ്സ് ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ചിയ സീഡ്സ് ഒന്ന് സോക്ക് ചെയ്തിട്ട് വേണം സ്മൂത്തി തയ്യാറാക്കി എടുക്കാൻ. ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു സ്ട്രോബെറി കട്ട് ചെയ്തത് മാത്രമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പീസുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.